നമസ്കാരം. KCN ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യുക്രൈനിൽ റഷ്യൻ ആക്രമണത്തിനിടെ കൊല്ലപ്പെട്ട കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശി അഖിൽ ജോയിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. 4 ഇന്ത്യക്കാർ ഉൾപ്പെടെ 10 പേരാണ് മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ദേശീയപാതയിൽ 24 മണിക്കൂറിനിടെ ഒരേ സ്ഥലത്ത് നടന്ന വാഹനാപകടങ്ങളിൽ 2 പേർക്ക് ദാരുണാന്ത്യം. അപകടത്തെ തുടർന്ന് ബട്ടത്തൂർ ദേശീയപാതയിൽ നിന്നുള്ള എക്സിറ്റ് പോയിന്റ് അടച്ചു. കണ്ണൂർ വിമാനത്താവളത്തിലെ കസ്റ്റംസ് അധികൃതർക്കെതിരെ ഗുരുതര പരാതിയുമായി കാസർഗോഡ് സ്വദേശി രംഗത്ത്. പരിശോധനയുടെ പേരിൽ മാനസിക പീഡനവും അപമാനവും നേരിട്ടതായി ചേനോട് കൊളമ്പക്കാൽ സ്വദേശി ഹുസൈനാർ മഹ്ഷാദ് എലിഞ്ഞ. ഉപ്പള ദേരമ്പളം പാലം പുനർനിർമ്മിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. താൽക്കാലിക കവുങ്ങുപാലത്തിൽ നിന്ന് പുഴയിലേക്ക് വീണ് കോളേജ് വിദ്യാർത്ഥിനിക്ക് പരിക്കേറ്റു. കേരളത്തിന്റെ ഏറ്റവും വലിയ വിഭവം വിദ്യാർത്ഥികളാണെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ ഉദുമ നിയോജക മണ്ഡലത്തിലെ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. KMCC ബഹ്റൈൻ ഉദുമ മണ്ഡലം കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽ ദാനം നടന്നു. ഉദുമ MLA കെ നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ സർവകലാശാല യൂണിയന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഡി ഫോക്ക് കാർണിവലിന് ആവേശത്തുടക്കം. കലക്ടർ മാഹിൻ MLA ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. യുക്രൈനിൽ റഷ്യൻ ആക്രമണത്തിനിടെ കൊല്ലപ്പെട്ട കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശി അഖിൽ ജോയിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ വിദേശകാര്യ മന്ത്രാലയം ആരംഭിച്ചു. 4 ഇന്ത്യക്കാർ ഉൾപ്പെടെ 10 പേരാണ് മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. 1 മാസം മുൻപാണ് വിവാഹ നിശ്ചയമുറപ്പിച്ച് അഖിൽ ജോലിസ്ഥലത്തേക്ക് മടങ്ങിയത്. ജോയൻ സാലി ദമ്പതികളുടെ ഏക മകനാണ് അഖിൽ. 19-ാം വയസ്സിൽ കപ്പലിൽ ജോലിക്ക് ചേർന്ന അഖിൽ മികച്ച വടംവലി താരം കൂടിയാണ്. യുക്രൈൻ തീരത്ത് ചരക്കു കപ്പലിന് നേരെയുണ്ടായ റഷ്യൻ ആക്രമണത്തിൽ മലയാളി ഉൾപ്പെടെ 4 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടു. ആകെ 10 പേരാണ് കൊല്ലപ്പെട്ടത്. ചീഫ് ഓഫീസർ കാസർഗോഡ് വെള്ളരിക്കുണ്ട് AKG നഗറിൽ വാളിപ്ലാക്കൽ അഖിൽ ജോയനാണ് കൊല്ലപ്പെട്ടത്. ഒഡേസ തുറമുഖത്തിനു സമീപമാണ് ആഫ്രിക്കൻ രാജ്യമായ ഗിനി ബസായയുടെ പതാക വഹിച്ചിരുന്ന MV ഗോൾഡൻ ലിയോ എന്ന കപ്പലിനു നേരെ മിസൈൽ ആക്രമണമുണ്ടായത്. മുംബൈ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് കപ്പൽ. വാളിപ്ലാക്കൽ ജോയൻ സാലി ദമ്പതികളുടെ ഏക മകനാണ് അഖിൽ. അവധിക്കു ശേഷം 1 മാസം മുൻപാണ് ജോലിയിൽ പ്രവേശിച്ചത്. വിവാഹ നിശ്ചയം നടത്തിയിരുന്നു. മികച്ച വടംവലി താരവും റോപ്പുൾ അപ്പിൽ വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ് ഹോൾഡറുമായിരുന്നു. ഞായറാഴ്ചയാണ് കപ്പലിനു നേരെ ആക്രമണമുണ്ടായത്. യുക്രൈൻ നാവികസേന 8 ജീവനക്കാരെ രക്ഷിച്ചു. ഗുരുതര പരിക്കേറ്റ ഒരു ഇന്ത്യക്കാരൻ ആശുപത്രിയിലാണ്. നേരത്തെ വിളിച്ച് എൻ്റെ ഒരു സ്നേഹിതന്റെ ചേട്ടൻ ഇന്നലെ തന്നെ MP-നെ ഡയറക്റ്റ് വിളിച്ച് MP പാർലമെന്റിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് പുള്ളി PA നമ്പർ തരാമെന്ന് പറയുകയും അങ്ങനെ PA ആയിട്ട് ബന്ധപ്പെടുകയും ചെയ്തിട്ട് ഞങ്ങൾ പാർലമെന്റിൽ വരെ ഈ കാര്യങ്ങൾ എത്തിക്കുകയുണ്ടായി. പിന്നെ സുരേഷ് ഗോപി കൂടെ ഞങ്ങൾ പല ആൾക്കാർ ഞങ്ങൾ ബന്ധപ്പെടുകയും ഇത് പാർലമെന്റിൽ ഈ വിഷയം എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ കഴിഞ്ഞിട്ടുള്ള വിവരങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല. പിന്നെ ഏതോ ഇതിൽ ഒരു വാട്സാപ്പ് നോട്ടിനകത്തോ അല്ലെങ്കിൽ ഇതിനോ ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടു. മുഖ്യമന്ത്രി ഓഫീസും നോർക്കയുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടെന്നുള്ളതാണ് എനിക്ക് അറിയാൻ പറ്റുക. അതിന്റെ സത്യാവസ്ഥയൊന്നും എനിക്ക് അറിയത്തില്ല. അതിൽ എത്രമാത്രം സത്യത ഉണ്ടെന്നും അറിയത്തില്ല. എന്താണേലും എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ കൊച്ചിനെ ഇങ്ങോട്ട് ഒന്ന് എത്തിക്കുന്നത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ദേശീയപാതയിൽ 24 മണിക്കൂറിനിടെ ഒരേ സ്ഥലത്ത് നടന്ന വാഹനാപകടങ്ങളിൽ 2 പേർക്ക് ദാരുണാന്ത്യം. ബട്ടത്തൂർ അടിപ്പാതയ്ക്ക് സമീപമാണ് സംഭവം. കുണിയ സ്വദേശിനി ഫൗസിയ, ബട്ടത്തൂർ സ്വദേശി വൈശാഖ് എന്നിവരാണ് മരിച്ചത്. അപകടത്തെ തുടർന്ന് ബട്ടത്തൂർ ദേശീയപാതയിൽ നിന്നുള്ള എക്സിറ്റ് പോയിന്റ് അടച്ചു. പൊയ്നാച്ചി ബട്ടത്തൂരിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെയുണ്ടായ 2 വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ വീട്ടമ്മയും യുവാവും മരിച്ചു. കുണിയ അറഫ നഗറിലെ അഷ്റഫിന്റെ ഭാര്യ ഫൗസിയ ബസ് കാത്തുനിൽക്കുകയായിരുന്ന ബട്ടത്തൂരിലെ കെ കമലാക്ഷയുടെ മകൻ കെ വൈശാഖ് എന്നിവരാണ് അപകടത്തിൽ മരിച്ചത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:20 കാസർഗോഡ് ഭാഗത്തുനിന്നും കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന KL 60V 4646 നമ്പർ കാർ ദേശീയപാതയുടെ ഭിത്തിയിലിടിച്ച് മറിഞ്ഞാണ് ഫൗസിയ മരിച്ചത്.
അപകടത്തിൽ ഫൗസിയയുടെ ഭർത്താവ് അഷ്റഫ്, 2 മക്കൾ, ഭർതൃമാതാവ് എന്നിവർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇവർ ചെങ്കളയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതിനു പിന്നാലെ തിങ്കളാഴ്ച ഉച്ചയോടെയാണ് പൊയ്നാച്ചി ബട്ടത്തൂരിൽ മറ്റൊരപകടം നടന്നത്. കാസർഗോട്ട് നിന്ന് കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് ഡിവൈഡറിലിടിച്ച് ബസ് കാത്തുനിന്നിരുന്നവർക്ക് നേരെ പാഞ്ഞുകയറുകയായിരുന്നു. ഈ അപകടത്തിലാണ് കെ വൈശാഖ് മരിച്ചത്. കൂടാതെ കാറിലുണ്ടായിരുന്ന യാത്രക്കാർക്കും സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി. 2 പേരുടെ മരണത്തിനിടയാക്കിയ ദേശീയപാതയിലെ ബട്ടത്തൂരിൽ സർവീസ് റോഡിലേക്കുള്ള എക്സിറ്റ് പോയിന്റ് അടച്ചു. തിങ്കളാഴ്ച വൈകിട്ട് കരാർ കമ്പനി അധികൃതരാണ് പ്രവേശനമാർഗം പൂർണ്ണമായി അടച്ചത്. ബേക്കൽ പോലീസും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും എത്തിയിരുന്നു. മേഘയുടെ യാർഡിലേക്കുള്ള വഴിയിലൂടെ പൊയ്നാച്ചി ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ ഇനി മുതൽ ബട്ടത്തൂർ സർവീസ് റോഡിലേക്ക് പ്രവേശിക്കണം. കാഞ്ഞങ്ങാട് ഭാഗത്തേക്കുള്ള ബസ്സുകൾ പൊയ്നാച്ചി ടൗൺ പിന്നിട്ടാൽ സർവീസ് റോഡിൽ കയറാതെയാണ് ഓടുന്നത്. ദേശീയപാതയിൽ തന്നെയാണ് യാത്രക്കാരെ കയറ്റുന്നതും ഇറക്കുന്നതും. ബട്ടത്തൂരിൽ അടിപ്പാതയുണ്ട്, പക്ഷേ ബസ്സുകൾ മേൽപ്പാതയിലൂടെയാണ് പോകുന്നത്. ഇതുകാരണം യാത്രക്കാർ പകലും രാത്രിയും മേൽപ്പാതയിൽ കാത്തുനിന്നാണ് ബസ് കയറുന്നത്. ബട്ടത്തൂർ സബ്വേയിൽ അടുത്തിടെ 5 വാഹനാപകടങ്ങൾ ഉണ്ടായതായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. തലനാരിഴയ്ക്കാണ് പലരും രക്ഷപ്പെട്ടത്. തെക്കുഭാഗത്തുനിന്ന് കിഴക്കുഭാഗത്തെ സർവീസ് റോഡിലൂടെ വരുന്ന ചില വാഹനങ്ങൾ ഇതിലൂടെ ദേശീയപാതയിൽ കടന്ന് പൊയ്നാച്ചി ഭാഗത്തേക്ക് പോകുന്നതും അപകട സാധ്യതയുണ്ടാക്കിയിരുന്നു. ഈ വഴി അടച്ചതോടെ ബസ്സുകൾ സർവീസ് റോഡ് വഴി വന്നില്ലെങ്കിൽ നാട്ടുകാർക്ക് ബസ് കയറാൻ വട്ടം ചുറ്റേണ്ടി വരും. ന്യൂസ് ബ്യൂറോ, പൊയ്നാച്ചി. കണ്ണൂർ വിമാനത്താവളത്തിലെ കസ്റ്റംസ് അധികൃതർക്കെതിരെ ഗുരുതര പരാതിയുമായി കാസർഗോഡ് സ്വദേശി രംഗത്ത്. പരിശോധനയുടെ പേരിൽ മാനസിക പീഡനവും അപമാനവും നേരിട്ടതായി ചേനോട് കൊളമ്പക്കാൽ സ്വദേശി ഹുസൈനാർ മഹ്ഷാദ് എലിഞ്ഞ KCN ന്യൂസിനോട് പറഞ്ഞു. സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും മഹ്ഷാദ് പരാതി നൽകി. ദുബായിൽ നിന്നും നാട്ടിലേക്ക് കണ്ണൂർ വിമാനത്താവളത്തിൽ വിമാനമിറങ്ങിയ കാസർഗോഡ് സ്വദേശിയായ യുവാവിനെ കസ്റ്റംസ് നഗ്നനാക്കി പരിശോധന നടത്തിയതായാണ് പരാതി. ഞായറാഴ്ചയാണ് കസ്റ്റംസ് പരിശോധനയ്ക്കിടെ മാനസിക പീഡനവും അപമാനകരമായ ദേഹപരിശോധനയും നേരിടേണ്ടി വന്നതെന്ന് കാസർഗോഡ് ചേനോട് കൊളമ്പക്കാൽ സ്വദേശി ഹുസൈനാർ മഹ്ഷാദ് എലിഞ്ഞ KCN ന്യൂസിനോട് പറഞ്ഞു. സംഭവത്തിൽ അടിയന്തര ഇടപെടലും നിഷ്പക്ഷ അന്വേഷണവും ആവശ്യപ്പെട്ട് യുവാവ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. നിലവിൽ ദുബായിൽ IT മാനേജരായി ജോലി ചെയ്യുന്ന ഹുസൈനാർ മഹ്ഷാദ് ജൂലൈ 19 ഫുജറയിൽ നിന്ന് ഇൻഡിഗോ വിമാനത്തിൽ രാവിലെ 9 മണിയോടെ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയതായാണ് പരാതിയിൽ പറയുന്നത്. സ്വന്തം നാടിന് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം മംഗളൂരു ആയിരുന്നിട്ടും കേരളത്തിലെ വിമാനത്താവളത്തെ പിന്തുണയ്ക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് അധിക ചെലവ് വഹിച്ച് കണ്ണൂരിൽ ഇറങ്ങിയതെന്നും ഇതിനായി ടിക്കറ്റ് നിരക്കിലും യാത്രാ ചെലവിലും ആയിരക്കണക്കിന് രൂപ അധികമായി ചെലവഴിച്ചെന്നും യുവാവ് പറയുന്നു. വിമാനത്താവളത്തിലെ കസ്റ്റംസ് പരിശോധനയ്ക്കിടെ ഒരു വനിതാ ഉദ്യോഗസ്ഥ പാസ്പോർട്ട് പരിശോധിച്ച ശേഷം മംഗളൂരു വിമാനത്താവളം അടുത്തായിരിക്കെ എന്തിനാണ് കണ്ണൂരിൽ ഇറങ്ങിയത് എന്ന് ചോദിച്ചതായും കണ്ണൂർ വിമാനത്താവളത്തെ പിന്തുണയ്ക്കാനാണ് തീരുമാനിച്ചതെന്ന് വിശദീകരിച്ചെന്നും പരാതിയിൽ പറയുന്നു. തുടർന്ന് ലഗേജ് വിശദമായി സ്കാൻ ചെയ്തുവെങ്കിലും നിയമവിരുദ്ധ വസ്തുക്കളോ സ്വർണമോ സംശയാസ്പദമായ സാധനങ്ങളോ കണ്ടെത്താനായില്ലെന്നും എന്നിട്ടും പ്രത്യേക മുറിയിലേക്ക് കൊണ്ടുപോയി ദേഹപരിശോധനയ്ക്ക് വിധേയനാക്കിയെന്നും യുവാവ് ആരോപിക്കുന്നു. പരിശോധനയ്ക്കിടെ ഷർട്ട് ഒഴികെയുള്ള എല്ലാ വസ്ത്രങ്ങളും അഴിക്കാൻ ആവശ്യപ്പെട്ടതായും സ്വകാര്യ ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുകയും വസ്ത്രങ്ങൾ വേർതിരിച്ച് സ്കാൻ ചെയ്യുകയും ചെയ്തതായും പരാതിയിൽ പറയുന്നു. ഞാൻ കണ്ണൂരിൽ വന്നിറങ്ങിയത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. അവർ പൂർണ്ണമായിട്ട് എന്നെ അപമാനിച്ച് എൻ്റെ വസ്ത്രങ്ങളെല്ലാം അയച്ചു മാറ്റി. എന്നിട്ട് പിന്നെ ഡ്രസ്സ് ഇട്ടിട്ട് വരുമ്പോഴേക്ക് ഒരു 10-20ഓളം പേര് ചേർന്ന് കസ്റ്റംസും സപ്പോർട്ടിംഗ് സ്റ്റാഫെല്ലാം കൊടുത്ത് അപമാനിച്ച്, കൂട്ടമായിട്ട് അപമാനിച്ച് അവരെ പിന്നെ കളിയാക്കി. അത് മാനസികമായിട്ട് എന്നെ വല്ലാത്ത വിഷമതയിലേക്ക് പോയിട്ടുണ്ട്. കാരണം ഒന്നാമതായിട്ട് ദുബായിലുള്ള ഇപ്പോൾ സാഹചര്യം അറിയും, ജോലിയുടെ പ്രശ്നങ്ങൾ, അതൊക്കെ കൊണ്ടാണ് ഞാനിപ്പോൾ നാട്ടിലേക്ക് വന്നത് തന്നെ. അപ്പോൾ ഈ കസ്റ്റംസിൻ്റെ ഭാഗത്തുണ്ടായ ഇത് കൂടിയിട്ട് നമ്മളൊക്കെ മാനസികമായിട്ട് ഒരുപാട് തകർന്ന്. അതുകൊണ്ടാണ് ഞാൻ മുഖ്യമന്ത്രിക്കും പിന്നെ അതോടൊപ്പം തന്നെ നോർക്കയിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്, ഹ്യൂമൻ റൈറ്റ് പിന്നെ സംസ്ഥാന ഹ്യൂമൻ റൈറ്റിനും കൊടുത്തിട്ടുണ്ട്, നാഷണൽ ഹ്യൂമൻ റൈറ്റിനും കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യപ്പെട്ടത് CCTV ദൃശ്യങ്ങൾ സംരക്ഷിക്കണം. പിന്നെ CCTV ദൃശ്യങ്ങൾ കഴിയുകയാണെങ്കിൽ പുറത്ത് വിടണം. അതിലുണ്ട് എന്താണ് സംഭവിച്ചതെന്നും കംപ്ലീറ്റ് ആയിട്ടുള്ള ഇതുണ്ട്. പിന്നെ എന്തിനാണ് എന്നെ പിന്നെ ഇത്രയും അപമാനിക്കാനുള്ള കാരണം, ഡ്രസ്സ് അയച്ചിട്ടുള്ള പരിശോധനയ്ക്ക് പോയ കാരണം അതെനിക്കറിയണം. ഒരു ഇൻഫർമേഷനാണോ അല്ലെങ്കിൽ ഞാൻ ഒരു കാസർഗോട്ടാനായത് കണ്ണൂരിൽ ഇറങ്ങിയതാണോ അവരുടെ സംശയം, അതെനിക്കറിയണം. ഇനി ഒരിക്കലും പിന്നെ മറ്റൊരാൾക്കും ഈ ഒരു അനുഭവം ഉണ്ടാകാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ. പരിശോധനയുടെ അവസാനം യാതൊരു നിയമവിരുദ്ധ വസ്തുവും കണ്ടെത്താനായില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു.
എന്നാൽ പരിശോധനയ്ക്ക് ശേഷം പുറത്തുവന്നപ്പോൾ നിരവധി കസ്റ്റംസ് ഉദ്യോഗസ്ഥരും വിമാനത്താവള ജീവനക്കാരും കൂട്ടമായി നിൽക്കുകയും ചിരിച്ചുകൊണ്ട് പരിഹസിച്ച് സംസാരിക്കുകയും ചെയ്തതായി കണ്ടതായും അത് തന്നെ അപമാനിക്കുന്നത് പോലെയാണ് അനുഭവപ്പെട്ടതെന്നും പരാതിയിൽ പറയുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ് കമ്മീഷണർക്ക് പരാതി നൽകിയതായും CCTV ദൃശ്യങ്ങൾ അടിയന്തരമായി സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടതായും പരാതിയിൽ പറയുന്നു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും പരാതികൾ നൽകിയിട്ടുണ്ടെന്നും യുവാവ് കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഉപ്പള ദേരമ്പളം പാലം പുനർനിർമ്മിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. താൽക്കാലിക കവുങ്ങുപാലത്തിൽ നിന്ന് പുഴയിലേക്ക് വീണ് കോളേജ് വിദ്യാർത്ഥിനിക്ക് പരിക്കേറ്റു. പ്രദേശവാസിയായ ഐത്തപ്പ പൂജാരിയുടെ മകൾ നിഷ്മിതയാണ് അപകടത്തിൽപ്പെട്ടത്. വർഷങ്ങളായി തകർന്നുകിടക്കുന്ന മടന്തൂർ ദേരമ്പളം പാലം പുനർനിർമ്മിക്കാത്തതിനെ തുടർന്ന് അപകടങ്ങൾ പതിവാകുന്നു. കവുങ്ങുപാലത്തിലൂടെ കടക്കുന്നതിനിടെ പുഴയിൽ വീണ് കോളേജ് വിദ്യാർത്ഥിനിക്ക് പരിക്കേറ്റു. പ്രദേശവാസിയായ ഐത്തപ്പ പൂജാരിയുടെ മകൾ നിഷ്മിതയാണ് അപകടത്തിൽപ്പെട്ടത്. സഹോദരി സുഷ്മിതയുടെ കൈപിടിച്ച് കവുങ്ങുപാലത്തിലൂടെ കടക്കുന്നതിനിടെയാണ് നിഷ്മിത പുഴയിലേക്ക് വീണത്. പ്രദേശവാസിയായ ഉദയൻ പുഴയിലിറങ്ങി രക്ഷപ്പെടുത്തിയതോടെയാണ് വൻ ദുരന്തം ഒഴിവായത്. പരിക്കേറ്റ നിഷ്മിതയെ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബസ്സിറങ്ങി മീഞ്ച ഭാഗത്തേക്ക് പോകുന്നതിനിടെയാണ് കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ അപകടമുണ്ടായത്. 1999-2000 കാലഘട്ടത്തിൽ ജില്ലാ പഞ്ചായത്ത് ഉപ്പളപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച മടന്തൂർ ദേരമ്പളം പാലം ശക്തമായ മണൽവാരലിനെ തുടർന്ന് തൂണുകൾക്ക് ബലക്ഷയം സംഭവിച്ച് വർഷങ്ങൾക്ക് മുമ്പ് തകർന്നിരുന്നു. പാലം തകർന്നതോടെ ഉപ്പള കല്ലിങ്കളെ ദേശീയപാതയിലേക്കും മലയോര ഹൈവേയിലേക്കും എളുപ്പത്തിൽ എത്തിച്ചേരാനുള്ള പ്രധാന മാർഗം അടഞ്ഞു. കോൺക്രീറ്റ് നടപ്പാലമായിരുന്ന ഇത് കാൽനടയാത്രക്കാർക്കൊപ്പം ഇരുചക്രവാഹനയാത്രികരും വ്യാപകമായി ഉപയോഗിച്ചിരുന്നതാണ്. പാലത്തിന്റെ ഇരുഭാഗങ്ങളിലും ടാർ റോഡ് നിർമ്മിച്ചതോടെ പ്രദേശവാസികൾ പ്രധാനമായും ഈ വഴിയെയാണ് ആശ്രയിച്ചിരുന്നത്. ഏകദേശം 10 കിലോമീറ്റർ ചുറ്റളവിലെ ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന പ്രധാന പാലം തകർന്നിട്ടും ഇതുവരെ പുനർനിർമ്മിക്കാൻ അധികൃതർ നടപടിയെടുത്തിട്ടില്ല. പാലം തകർന്നതിനെ തുടർന്ന് ആളുകൾക്ക് ജീവൻ പണയം വെച്ച് കവുങ്ങുപാലം ഉപയോഗിക്കേണ്ടി വരുന്ന സാഹചര്യമാണുള്ളത്. അപകടം അധികൃതരുടെ ഗുരുതരമായ അനാസ്ഥയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. മീന ഗ്രാമപഞ്ചായത്തിലെ തികൃപ്പാത വാർഡിൽ തികൃപ്പാത ദേരമ്പള സടക്ക് റോഡുമായി അനുബന്ധിച്ചുള്ള ഫുട് ബ്രിഡ്ജ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തകർന്ന് പുഴയിലേക്ക് മറിയുകയും ചെയ്ത് നാട്ടുകാർ വിദ്യാർത്ഥികളും കവുങ്ങുപാലത്തിലൂടെയാണ് ഇന്ന് സഞ്ചരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം 4:30 കമ്പ്യൂട്ടർ ക്ലാസ്സിൽ പോയ വിദ്യാർത്ഥിയെ കൂട്ടാൻ വേണ്ടി എത്തിയ സുസ്മിത എന്ന ഏട്ടത്തി ആ കവുങ്ങുപാലത്തിൽ നിന്ന് പുഴയിലേക്ക് വീഴുകയും തൊട്ടടുത്തുണ്ടായിരുന്ന ഉദയകുമാർ എന്ന വ്യക്തി സുസ്മിതയെ രക്ഷിക്കുകയാണ് ചെയ്തത്. സുസ്മിതയെ ഇന്ന് മംഗലപ്പാടി ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അവിടെ നിന്ന് സ്കാനിങ്ങിന് വേണ്ടി കാസർഗോഡ് ജനറൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. നാട്ടുകാരുടെ ഇന്ന് ഏറ്റവും വലിയ ദുരിതമായാണ് കാണുന്നത് ഈ പാലം. ഇതിന് എത്രയും പെട്ടെന്ന് നല്ലൊരു പാലം പണിഞ്ഞ് നാട്ടുകാർ യാത്രാ സൗകര്യം ഒരുക്കി കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ഉപ്പള. കേരളത്തിന്റെ ഏറ്റവും വലിയ വിഭവം വിദ്യാർത്ഥികളാണെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ ഉദുമ നിയോജക മണ്ഡലം സംഘടിപ്പിച്ച സ്കോളേഴ്സ് കോൺക്ലേവ് 2026 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിന്റെ ഏറ്റവും വലിയ വിഭവം വിദ്യാർത്ഥികളാണെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ പറഞ്ഞു. ഒരു കാലഘട്ടത്തിൽ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഈ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ആളുകളുടെയൊക്കെ കാലഘട്ടത്തിൽ 10ാം ക്ലാസ്സിന്റെ +2ന്റെ പരീക്ഷ എഴുതിയാൽ ചോദിക്കുന്ന ചോദ്യം പാസ്സായെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ആ ചോദ്യം ആരും ചോദിക്കില്ല. എത്ര A+ ഉണ്ട് അല്ലെങ്കിൽ ഫുൾ A+ ഉണ്ടോ എന്ന് മാത്രമാണ് ഇപ്പോൾ ചോദിക്കുന്നത്. ഞാനിത് പറഞ്ഞത് ആ നിലയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ രംഗം മാറിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഉള്ളൊരു പ്രശ്നം, എല്ലാ വിഷയത്തിലും A+ കിട്ടിയാൽ പോലും ഇപ്പോൾ തുടർ പഠനത്തിന് നമ്മൾ ആഗ്രഹിക്കുന്ന കോഴ്സിനൊക്കെ ചിലപ്പോൾ അഡ്മിഷൻ കിട്ടാൻ പ്രയാസമാണ്. ഒരു ബയോമാത്സിന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടുക, അല്ലെങ്കിൽ ബിടെക് കമ്പ്യൂട്ടർ സയൻസിനോ അല്ലെങ്കിൽ ഒരു BSc നഴ്സിങ്ങിനോ ഒക്കെ ഒരു സീറ്റ് നമ്മൾ ആഗ്രഹിക്കുന്ന കോളേജിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ അതും വളരെ ശ്രമകരമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, അത്ര അധികമായിട്ട് വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള വളരെയധികം മത്സരം നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ രംഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ലോകത്തിൽ
വിജയം കൈവരിക്കുക എന്ന് പറയുന്നത് വലിയ ഒരു കാര്യം തന്നെയാണ്. SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ ഉദുമ നിയോജക മണ്ഡലത്തിലെ വിദ്യാർത്ഥികളെ അനുമോദിക്കാൻ കെ നീലകണ്ഠൻ MLA ഒരുക്കിയ സ്കോളേഴ്സ് കോൺക്ലേവ് 2026 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലോകത്തിന്റെ ഏതു കോണിലും അഭിമാനാർഹമായ വിജയം കൈവരിക്കുന്നവരിൽ മലയാളി വിദ്യാർത്ഥികളെ മുന്നിൽ കാണാം. നല്ല വിദ്യാഭ്യാസവും നല്ല തൊഴിലിടവും ഇവിടെ തന്നെയുണ്ടാകുന്ന രീതിയിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഉടച്ചുവാർക്കാനാണ് ശ്രമം. കേരളം ആകർഷിക്കപ്പെടുകയും സൗകര്യങ്ങൾ വർദ്ധിക്കുകയും ചെയ്താൽ വിദേശങ്ങളിലേക്കുള്ള കൊഴിഞ്ഞുപോക്ക് ചുരുങ്ങും. എല്ലാ പരിമിതികളെയും അതിജീവിക്കാനുള്ള മാർഗമായി വിദ്യാഭ്യാസത്തെ കാണണമെന്നും മന്ത്രി പറഞ്ഞു. കെ നീലകണ്ഠൻ MLA അധ്യക്ഷത വഹിച്ചു. JCI മുൻ ഇന്റർനാഷണൽ പ്രസിഡന്റ് AV വാമനകുമാർ വിദ്യാർത്ഥികൾക്ക് മോട്ടിവേഷൻ ക്ലാസ് എടുത്തു. കല്ലട്ര മാഹിൻ MLA, KPCC സെക്രട്ടറി ഹക്കീം കുന്നിൽ, DCC പ്രസിഡന്റ് PK ഫൈസൽ, കണ്ണൂർ സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഖാദർ മാങ്ങാട്, ജില്ലാ പഞ്ചായത്ത് അംഗം സുകുമാരി ശ്രീധരൻ, കല്ലട്ര അബ്ദുൾ ഖാദർ, ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് KB മുഹമ്മദ് കുഞ്ഞി, ചെമ്മനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ അബൂബക്കർ, VR വിദ്യാസാഗർ, ഹരീഷ് B നമ്പ്യാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അൻവർ കോളിയടുക്കം, ചെമ്മനാട് പഞ്ചായത്ത് അംഗം റീബ ഉണ്ണികൃഷ്ണൻ, M കുഞ്ഞമ്പു നമ്പ്യാർ തുടങ്ങിയവർ സംസാരിച്ചു. മണ്ഡലത്തിലെ 580 വിദ്യാർത്ഥികൾക്ക് യോഗത്തിൽ പ്രശംസാപത്രം വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, ഉദുമ. ലോകകപ്പ് ഫൈനൽ മത്സരം ബിഗ് സ്ക്രീനിൽ ലൈവായി ആരാധകരിലെത്തിച്ച് ആവേശം നിറച്ച് ചെർക്കള വിന്നേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. സ്പെയിനിനും അർജന്റീനയും നേർക്കുനേർ ഏറ്റുമുട്ടിയ ലോകകപ്പ് ഫൈനലിന്റെ ആവേശം ഒട്ടും ചോരാതെ ഫൈനൽ വിസിൽ മുഴങ്ങുന്നതുവരെ ആവേശാരവം മുഴക്കി മത്സരം തത്സമയം ഗ്രൗണ്ടിൽ നിന്നും കാണുന്നതുപോലെയുള്ള അനുഭൂതി നിറക്കുന്നതായിരുന്നു ഓരോ നിമിഷവും. സ്പെയിനിന്റെയും അർജന്റീനയുടെയും കളിക്കാരുടെ നീക്കങ്ങൾ ഒരു വേള ഗോൾമുഖത്ത് ഇരമ്പിയെത്തുമ്പോൾ സ്റ്റേഡിയത്തിലുള്ളതുപോലെ തോന്നിപ്പിക്കുന്ന ആരവങ്ങൾ ആവേശത്തെ വാനോളമുയർത്തുന്നതായിരുന്നു. ഒടുവിൽ എക്സ്ട്രാ ടൈമിന്റെ സുന്ദരമായ നിമിഷത്തിൽ ഫെറാൻ ടോറസിലൂടെ സ്പെയിൻ ഗോൾ വലകുലുക്കിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ ആയിരക്കണക്കിന് ഫുട്ബോൾ ആരാധകർ ആനന്ദനൃത്തമാടുകയായിരുന്നു. കരിമരുന്നിന് തിരികൊളുത്തി ശബ്ദകോശങ്ങൾക്ക് തുടക്കമിട്ടത് ആവേശം ഇരട്ടിപ്പിച്ചു. ചെർക്കളയിൽ കലാകായിക സാംസ്കാരിക മേഖലകളിൽ സജീവ സാന്നിധ്യമായി അരനൂറ്റാണ്ട് കാലമായി പ്രവർത്തിക്കുന്ന വിന്നേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഒരുക്കിയ ഫുട്ബോൾ വിരുന്ന് ആസ്വദിക്കുവാൻ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ നിന്ന് പെൺകുട്ടികളടക്കമുള്ള ആയിരക്കണക്കിന് പേരാണ് ടൗണിൽ അണ്ടർബ്രിഡ്ജിൽ സജ്ജമാക്കിയ ബിഗ് സ്ക്രീനിന് മുന്നിലേക്ക് രാത്രിയെ പകലാക്കി എത്തിച്ചേർന്നത്. 120 മിനിറ്റ് നീണ്ട ഫൈനൽ ആവേശപ്പോരിനൊടുവിൽ സ്പെയിൻ ലോക ചാമ്പ്യൻഷിപ്പ് ട്രോഫി ഏറ്റുവാങ്ങിയപ്പോൾ ആവേശത്തിന്റെ നെറുകയിലെത്തിയ ആരാധകർ തങ്ങളുടെ വാഹനങ്ങളിൽ ഹോൺ മുഴക്കിയും മുദ്രാവാക്യം വിളിച്ചും ഒട്ടും ചോരാതെ തങ്ങളുടെ ഫുട്ബോൾ ആവേശം പിന്നെയും മുന്നോട്ടു നീക്കി. ആവേശത്തോടെ എത്തിയ ഫാൻസുകാരെയും ഫുട്ബോൾ പ്രേമികളെയും വിന്നേഴ്സ് ക്ലബ്ബ് ഭാരവാഹികളും പ്രവർത്തകരും ചേർന്ന് സ്നേഹപൂർവ്വം സ്വീകരിച്ചു. കാസർകോട്ടെ നിയമപാലകരുടെയും വ്യാപാരികളുടെയും പിന്തുണയും സഹായവും ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വിന്നേഴ്സ് ക്ലബ്ബിന് ആത്മവിശ്വാസമേകി. ന്യൂസ് ബ്യൂറോ, ചെർക്കള. KMCC ബഹ്റൈൻ ഉദുമ മണ്ഡലം കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽ കൈമാറ്റം തൈര മുസ്ലിം ലീഗ് ഓഫീസിൽ വെച്ച് നടന്നു. ഉദുമ MLA കെ നീലകണ്ഠൻ ഉദ്ഘാടനം നിർവഹിച്ചു. KMCC ബഹ്റൈൻ ഉദുമ മണ്ഡലം പ്രസിഡന്റ് റഹ്മാൻ കട്ടക്കാൽ അധ്യക്ഷത വഹിച്ചു. ഉദുമ മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് കല്ലട്ര അബ്ദുൾ ഖാദർ ഹാജി, മുസ്ലിം യൂത്ത് ലീഗ് മണ്ഡലം ട്രഷറർ മൊയ്തു തൈരക്ക് വീടിന്റെ താക്കോൽ കൈമാറി. KMCC ബഹ്റൈൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സലീം തളങ്കര, കണ്ണൂർ യൂണിവേഴ്സിറ്റി MA അറബിക് യൂണിവേഴ്സിറ്റി ടോപ്പറായി നാടിന്റെ അഭിമാനമായ ഫാത്തിമ MAയ്ക്ക് സ്നേഹോപഹാരം കൈമാറി. UDF മണ്ഡലം കൺവീനറും മുളിയാർ പഞ്ചായത്ത് പ്രസിഡന്റുമായ KB മുഹമ്മദ് കുഞ്ഞി, KMCC ബഹ്റൈൻ വനിതാ വിംഗ് ജനറൽ സെക്രട്ടറി അഫ്ര മുഹസിൻ ചെമ്മനാട്, KMCC ബഹ്റൈൻ മണ്ഡലം ട്രഷറർ റിയാസ് എടനീർ, KMCC ബഹ്റൈൻ ഉദുമ മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ അബു ഈസത്ത്, മനാഫ്, ചെമ്മനാട് മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് റൌഫ് ബാവിക്കര, മണ്ഡലം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി ഖാദർ ആലൂർ, മണ്ഡലം യൂത്ത് ലീഗ് സെക്രട്ടറി BK ഷാ, KMCC ഉദുമ കോർഡിനേറ്റർ അബ്ബാസ് ചെമ്മനാട്, അഷ്റഫ് പൈക്ക, സവാദ് പൗവൽ, മുസ്ലിം ലീഗിന്റെയും യൂത്ത് ലീഗിലെയും KMCCയുടെയും പോഷക സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു. KMCC ബഹ്റൈൻ കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി റിയാസ് പട്ല സ്വാഗതവും KMCC ഉദുമ മണ്ഡലം വൈസ് പ്രസിഡന്റ് യാസിർ കുന്നിൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കണ്ണൂർ സർവകലാശാല യൂണിയന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഡി ഫോക്ക് കാർണിവലിന് കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ ആവേശത്തുടക്കം.
4 വേദികളിൽ 2 ദിവസമായാണ് കാർണിവൽ നടക്കുന്നത്. സപ്തഭാഷാ സംഗമഭൂമിയായ കാസർഗോഡിന്റെ സാംസ്കാരിക തനിമയുയർത്തി നാടൻ പാരമ്പര്യവും പൈതൃകവും ചരിത്രവും പരിചയപ്പെടുത്തി ഗവൺമെന്റ് കോളേജിൽ ഡി-ഫോക്ക് കാർണിവലിന് ആവേശത്തുടക്കം. ക്യാമ്പസിനെയും പൊതുസമൂഹത്തെയും കോർത്തിണക്കി കണ്ണൂർ സർവകലാശാല വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിലാണ് കാർണിവൽ സംഘടിപ്പിക്കുന്നത്. 4 വേദികളിൽ 2 ദിവസമായാണ് വിവിധ പരിപാടികൾ. തിങ്കളാഴ്ച ഡോക്യുമെന്ററി ഫെസ്റ്റ്, ഭക്ഷ്യമേള, ഫിലിം ഫെസ്റ്റ്, നാടൻ കലാ എക്സിബിഷൻ, പുസ്തകമേള, നാടൻ കലാ സംവാദം, യക്ഷഗാന അവതരണം തുടങ്ങിയവ നടന്നു. കല്ലട്ര മാഹിൻ MLA ഉദ്ഘാടനം ചെയ്തു. സർവകലാശാല യൂണിയൻ ചെയർമാൻ നന്ദജ് ബാബു അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം, ജില്ലാ പഞ്ചായത്ത് അംഗം K സബീഷ്, നാടൻ പാട്ടുകാരൻ അതുൽ നെറുകര എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സൺ ഷാഹിന സലീം, കൗൺസിലർ അനിൽ ചെന്നിക്കര, ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ VS അനിൽകുമാർ, അൽന വിനോദ്, ദിൽജിത്ത് ശ്രീരാഗ് എന്നിവർ സംസാരിച്ചു. സർവകലാശാല യൂണിയൻ ജനറൽ സെക്രട്ടറി കവിതാ കൃഷ്ണൻ സ്വാഗതവും സംഘാടക സമിതി കൺവീനർ അദിനാൻ ചട്ടഞ്ചാൽ നന്ദിയും പറഞ്ഞു. തുടർന്ന് അതുൽ നറുകരയുടെ മ്യൂസിക്കൽ ഷോ നടന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. യാത്രക്കാരുടെ ദുരിതങ്ങൾക്കും വികസന അവഗണനകൾക്കും പരിഹാരം കാണാതെ മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷനും പരിസരവും ലിഫ്റ്റ് സൗകര്യമില്ലാത്തതും പ്ലാറ്റ്ഫോമിലെ മേൽക്കൂരകളുടെ അപര്യാപ്തതയും മൂലം വയോധികരും വിദ്യാർത്ഥികളും അടങ്ങുന്ന നിത്യയാത്രക്കാർ അനുഭവിക്കുന്ന ദുരിതം ചില്ലറയല്ല. മിക്ക റെയിൽവേ സ്റ്റേഷനുകളിലും യാത്രക്കാരുടെ പ്രയാസങ്ങൾ കണക്കിലെടുത്ത് ലിഫ്റ്റുകൾ അനുവദിച്ചിട്ടുണ്ടെങ്കിലും മഞ്ചേശ്വരത്ത് ഇതുവരെയും ഇതിനുള്ള തീരുമാനമായിട്ടില്ല. ലഗേജുകളുമായി എത്തുന്നവർ, അസുഖബാധിതർ, വയോധികർ, കൈക്കുഞ്ഞുങ്ങളുമായി യാത്ര ചെയ്യുന്ന അമ്മമാർ എന്നിവരാണ് ഏറെ ദുരിതം പേറുന്നത്. സ്റ്റേഷനിലെ പടികൾ കയറിയിറങ്ങി ദേശീയപാതയിലെത്തിയാൽ മറുവശത്തെത്താൻ വീണ്ടും പടികൾ ചവിട്ടേണ്ട അവസ്ഥയാണുള്ളത്. ഇവിടെ ലിഫ്റ്റ് അനുവദിച്ചാൽ യാത്രക്കാരുടെ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമാകും. സ്റ്റേഷന്റെ വടക്കു ഭാഗത്തുള്ള പ്ലാറ്റ്ഫോമിൽ ഇരുഭാഗങ്ങളിലും മേൽക്കൂരയില്ലാത്തത് നിത്യയാത്രക്കാർക്ക് വലിയ പ്രയാസമുണ്ടാക്കുന്നു. തെക്കുഭാഗത്ത് പേരിന് 2 ഷീറ്റ് ഇട്ടിട്ടുണ്ടെങ്കിലും വടക്കുഭാഗത്ത് തീരെയില്ല. പൊരിവെയിലത്തും പെരുമഴയത്തും കുടചൂടി നിൽക്കേണ്ട ഗതികേടിലാണ് യാത്രക്കാർ. മഴക്കാലത്ത് ഓവർബ്രിഡ്ജിൽ വെള്ളം കെട്ടി നിൽക്കുന്നതും പ്ലാറ്റ്ഫോമിൽ മേൽക്കൂരയില്ലാത്തതിനാൽ മഴവെള്ളം വീണ് വഴുക്കൽ അനുഭവപ്പെടുന്നതും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന ഗോവിന്ദ പൈ സ്മാരക ഗവൺമെന്റ് കോളേജ്, ലോ കോളേജ് വിദ്യാർത്ഥികൾക്കും ജീവനക്കാർക്കും ദേശീയപാത മുറിച്ചു കടക്കുക എന്നത് വലിയ സാഹസമാണ്. മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷൻ്റെ പരിധിയിൽ വരുന്ന ജനങ്ങളുടെ അവകാശങ്ങൾക്ക് ഒരുപാട് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതുണ്ട്. പക്ഷേ MLA MP ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അടിയന്തരമായ പ്രശ്നം പരിഹരിക്കുമെന്ന് MLA MPയും ഒരുപാട് പ്രശ്നങ്ങളോടെ കൊടുത്തു. ഏകദാശ സമയത്തോടെ ഞങ്ങൾ അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹാരമുള്ള രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. പഞ്ചായത്തിൻ്റെ ഭരണ തീരുമാനങ്ങൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് അയച്ചു കൊടുത്തിട്ടുമുണ്ട്. അതിലുള്ള പരിഹാരം കാണുന്ന രീതിയിൽ മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ജനങ്ങളെ കൂടെ നിൽക്കാനുള്ള തീരുമാനത്തിലാണുള്ളത്. ബഡാജെ റോഡിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് മേൽനടപ്പാലം നിർമ്മിക്കുമെന്ന പ്രഖ്യാപനം വന്നെങ്കിലും ഇപ്പോഴും വൈകുകയാണ്. കലക്ടർ ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടതിനെ തുടർന്ന് മേൽനടപ്പാലത്തിന് അനുമതി ലഭിച്ചെങ്കിലും KSEB ലൈനും ജല അതോറിറ്റിയുടെ പൈപ്പുകളും മാറ്റാത്തതാണ് നിർമ്മാണം വൈകാൻ കാരണം. കോളേജ് റോഡിന് സമീപം ഉയരം കൂടുതലായതിനാൽ ഇവിടെ മേൽനടപ്പാലം നിർമ്മിക്കാനാകില്ലെന്നാണ് നിർമ്മാണ കമ്പനിയായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വിശദീകരണം. ഇതേ തുടർന്ന് കോളേജ് റോഡിൽ നിന്നും തെക്കു ഭാഗത്തേക്ക് 200 മീറ്ററോളം അകലെയാണ് പുതിയ പാലത്തിന് സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ ഇത് വിദ്യാർത്ഥികൾക്ക് എത്രത്തോളം പ്രയോജനപ്പെടുമെന്ന കാര്യത്തിൽ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. സ്റ്റേഷനിൽ ആവശ്യമായ രീതിയിൽ തീവണ്ടികൾ നിർത്തുന്നില്ലെന്ന പരാതിയുമുണ്ട്. മാവേലി എക്സ്പ്രസ്, ചെന്നൈ സൂപ്പർഫാസ്റ്റ് തുടങ്ങിയ പ്രധാന വണ്ടികൾക്ക് ഇവിടെ സ്റ്റോപ്പ് അനുവദിച്ചാൽ അത് യാത്രക്കാർക്ക് വലിയ ആശ്വാസമാകും. മഞ്ചേശ്വരത്തെ യാത്രാ പ്രശ്നങ്ങൾക്ക് അടിയന്തരമായി ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ശക്തമായ ആവശ്യം. മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷൻ്റെ അനാസ്ഥയെക്കുറിച്ചിട്ടാണ് പറയാനുള്ളത്. മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ കാലങ്ങളായി മാറി മാറി വരുന്ന ഗവൺമെൻറ് സർക്കാരുകൾ, ഈവൻ നമ്മളെ കരുണാകരൻ മുതൽ രാജ്മോഹൻ സർ വരെയുള്ള സമയത്ത് വരെ നമുക്ക് ഇന്നേ വരെ മഞ്ചേശ്വരത്ത് നമുക്കൊരു റെയിൽവേ ഡെവലപ്മെൻറ്റ് ആയിട്ടില്ല. അവിടെ മെയിനായിട്ട് തുടർന്ന് വരുന്ന അനാസ്ഥ നമ്മളെ ഈ പ്ലാറ്റ്ഫോം ടു പ്ലാറ്റ്ഫോമുള്ള ഫുട് ഓവർ ബ്രിഡ്ജ്, അതിലേക്ക് അടിയന്തരമായിട്ട് ലിഫ്റ്റ് സൗകര്യം ഏർപ്പെടുത്തണം. രണ്ടാമത് മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷനിലേക്ക് അപ്രോച്ച് റോഡിൽ നിന്ന് ഭയങ്കര ശോചനീയമായ അവസ്ഥയിലാണ് ഉള്ളത്. ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമുക്ക് പോകാനുള്ള റോഡ് സൗകര്യം വളരെ മോശമായിട്ടുണ്ട്. മൂന്നാമത്തെ സംഭവം, ഹൈവേന്ന്
റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ഫുട് ഓവർ ബ്രിഡ്ജ് അത് ഇൻക്ലൂഡിങ് ലിഫ്റ്റ് സൗകര്യപ്പെടുത്തിയിട്ട് തന്നെ ചെയ്യണമെന്ന് നമ്മൾ കാലങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടുണ്ട്. ഇതുവരെ അതിലേക്കുള്ള ഒരു സൗകര്യവും നമ്മൾ MP ചെയ്തിട്ടില്ല. വെറും നമ്മളെ പത്രമാധ്യമങ്ങളിൽ വരുന്ന 50 ലക്ഷം 1 കോടി 25 ലക്ഷം പാസ്സായെന്നല്ലാണ്ട് അവിടെ ഒരു ഫോഴ്സും അവിടെ എക്സിക്യൂട്ട് ആകുന്നില്ല. ആക്ഷനായിട്ട് ഒരു സംഭവം നടക്കുന്നില്ല നമ്മുടെ നാട്ടിൽ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ജനങ്ങൾ വളരെ ദേഷ്യത്തോടു കൂടി നമ്മുടെ MP-യോടും എല്ലാ ബന്ധപ്പെട്ട ആളുകളോട് സംസാരിച്ചിട്ടും ഇതുവരെ അതിലേക്കുള്ളൊരു പരിഹാരമായിട്ടില്ല. ഇനി നമുക്ക് അതിലേക്കുള്ള അടിയന്തരമായിട്ട് ഈ വിഷയത്തിൽ നമ്മുടെ MP ശ്രദ്ധ ചെലുത്തിയിട്ട് ഇതിലേക്കുള്ള പരിഹാരം ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും ജനകീയ നേതാവുമായിരുന്ന അന്തരിച്ച ഉമ്മൻചാണ്ടിയുടെ സ്മരണാർത്ഥം മഞ്ചേശ്വരം മീഞ്ചാപ്പള്ളയിൽ അനുസ്മരണ സമ്മേളനവും രക്തദാന ക്യാമ്പും സംഘടിപ്പിച്ചു. മീഞ്ച മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടി മുതിർന്ന കോൺഗ്രസ് നേതാവ് P. സോമപ്പ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയും ജനകീയ നേതാവുമായിരുന്ന അന്തരിച്ച ഉമ്മൻചാണ്ടിയുടെ സ്മരണാർത്ഥം മഞ്ചേശ്വരം മീഞ്ചാപ്പള്ളയിൽ അനുസ്മരണ സമ്മേളനവും രക്തദാന ക്യാമ്പും സംഘടിപ്പിച്ചു. മീഞ്ച മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടി മുതിർന്ന കോൺഗ്രസ് നേതാവ് P. സോമപ്പ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ദാമോദര മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗം ഹർഷാദ് വോർക്കാടി സ്വാഗതം പറഞ്ഞു. കർണാടക യക്ഷഗാന അക്കാദമി അംഗം സംഗബൈൽ സതീഷ് അടപ്പ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഉമ്മൻചാണ്ടിയുടെ ജനകീയതയെയും കർമ്മശേഷിയെയും അനുസ്മരിച്ചുകൊണ്ട് നിരവധി പ്രമുഖർ സംസാരിച്ചു. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കമലാക്ഷി K, മീഞ്ച ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷ പൂഞ്ച, സ്ഥിരം സമിതി അധ്യക്ഷ സൗമ്യ K, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ബാദിഷ് അഹമ്മദ്, വോർക്കാടി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പുരുഷോത്തമ അരിബൈൽ, പഞ്ചായത്ത് അംഗം ഉമേഷ് ഷെട്ടി, അസന്ന ബൈൽ തുടങ്ങി കോൺഗ്രസ് പാർട്ടിയിലെ നിരവധി നേതാക്കളും പ്രവർത്തകരും പരിപാടിയിൽ സജീവ സാന്നിധ്യമായിരുന്നു. മുസ്ലിം ലീഗ് നേതാക്കളായ അബ്ദുൾ മജീദ് BA, ഇല്യാസ് തൊമിനാട്, അൻസാർ വർക്കാടി, റസാഖ് കെതമ്പാടി, ബഹ്റുദ്ദീൻ പാവൂർ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ച് ആശംസകൾ നേർന്നു. കൂടാതെ ദിവാകർ SJ, ശാന്ത R നായക്, അസീഷ് കല്ലൂർ, മുഹമ്മദ് ഹനീഫ് HA തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖരും പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കുരുന്നുകളെ ചേർത്തുപിടിക്കാൻ MLA സന്ദീപ് വാര്യരുടെ MLA കെയർ പദ്ധതിക്ക് തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ തുടക്കമിട്ടു. മണ്ഡല പരിധിയിലെ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ചികിത്സയ്ക്കായി സന്ദീപ് വാര്യർ MLA രൂപപ്പെടുത്തിയ പ്രത്യേക പദ്ധതിയാണിത്. നിൽക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികളുടെ ചികിത്സയ്ക്ക് പരമാവധി സഹായം നൽകുന്ന MLA കെയർ എന്നൊരു പദ്ധതി. ഇത് സർക്കാരിന്റെ ഫണ്ട് കൊണ്ടല്ല, മറിച്ച് ഒരുപാട് നല്ല മനുഷ്യരുടെ പിന്തുണ കൊണ്ട് നമ്മൾ അത്തരമൊരു പദ്ധതി കൂടി തൃക്കരിപ്പൂർ നിയോജകമണ്ഡലത്തിൽ ഇന്നു മുതൽ തുടങ്ങുകയാണ്. നമ്മുടെ ഷുഗർ പേഷ്യൻസ് ആയിട്ടുള്ള ടൈപ്പ് 1 ഷുഗർ പേഷ്യൻസ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഇൻസുലിൻ പമ്പ്, വളരെ വലിയ വില വരുന്ന ഇൻസുലിൻ പമ്പാണ് അത്. നമ്മൾ ഏതാനും ഇൻസുലിൻ പമ്പുകൾ, ഒരു ഇൻസുലിൻ പമ്പ് ഏകദേശം 6 ലക്ഷം രൂപ വരെ വരും. അങ്ങനെയുള്ള 2 ഇൻസുലിൻ പമ്പ് ഇപ്പോൾ ഒരു മനുഷ്യ സ്നേഹി നൽകാൻ തയ്യാറായിട്ടുണ്ട്. അത് ആവശ്യമുള്ളവർക്ക് നമ്മൾ ഡോക്ടർമാരുടെ കൂടി അഡ്വൈസ് അനുസരിച്ച് സർക്കാരിന്റെയോ ഏജൻസികളുടെയോ ആനുകൂല്യങ്ങൾ ലഭിക്കാത്തവരും ദുർബല കുടുംബങ്ങളിലുള്ളവരുമായ കുട്ടികൾക്കാണ് MLA കെയർ പദ്ധതി. മറ്റ് അത്യാവശ്യ ഘട്ടങ്ങളിലെ സഹായങ്ങളും പദ്ധതിയുടെ ഭാഗമായുണ്ടാകും. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ടും സന്നദ്ധരുടെ പൊതുസഹായങ്ങളിലൂടെയുമാണ് MLA കെയർ പദ്ധതിക്കായി തുക കണ്ടെത്തുക. സന്ദീപ് വാര്യർ MLA തൃക്കരിപ്പൂർ ടൗണിൽ മണ്ഡലം ഓഫീസ് ഉദ്ഘാടന ചടങ്ങിലാണ് പ്രഖ്യാപനം നടത്തിയത്. നിയോജക മണ്ഡല പരിധിയിലെ കൗമാരക്കാർക്കാണ് MLA ഏർപ്പെടുത്തിയ ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാകുക. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. സന്ദീപ് വാര്യർ MLAയുടെ തൃക്കരിപ്പൂർ മണ്ഡലം ഓഫീസ് ടൗണിൽ തുറന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. കാസർഗോട്ടെ ജനങ്ങളെ സ്നേഹിക്കാൻ പരമാവധി പഠിക്കുക. നമുക്കറിയാം, ഈ ഉമ്മൻചാണ്ടിയാണ് കാസർഗോഡിൻ്റെ വികസനത്തെക്കുറിച്ച് ആദ്യമായി ഒരു കമ്മിറ്റി വെച്ചത്. ശ്രീ രമേശ് ചെന്നിത്തല KPCC പ്രസിഡന്റായിരിക്കുന്ന കാലത്ത് അദ്ദേഹം ഒരു യാത്ര നടത്തി. ആ യാത്രയിൽ അദ്ദേഹത്തിന് ഒരുപാട് നിവേദനങ്ങൾ കിട്ടി.
കേരളത്തിലെ 14 ജില്ലകളിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജില്ലയാണ് ഈ കാസർഗോഡ്. രമേശ് ചെന്നിത്തല എന്ന KPCC പ്രസിഡന്റ് ആ നിവേദനങ്ങളെല്ലാം കൂടി ക്രോഡീകരിച്ച് അന്നത്തെ കേരള മുഖ്യമന്ത്രിക്ക് ഒരു നിവേദനം കൊടുത്തു, ഈ കാസർഗോഡിന്റെ പിന്നോക്കാവസ്ഥ മാറ്റിയെടുക്കണം എന്ന്. അങ്ങനെയാണ് ശ്രീ ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രി ഇവിടെ ജില്ലാ കളക്ടറായിരുന്ന പ്രഭാകരനെ ഒരു ഏകാംഗ കമ്മീഷനായി വെച്ചു. ആ ഏകാംഗ കമ്മീഷൻ ഒരു റിപ്പോർട്ട് മുഖ്യമന്ത്രി കൊടുത്തു. ആ മുഖ്യമന്ത്രിക്ക് കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കാസർഗോഡ് പാക്കേജ് എന്ന് പറയുന്ന KDP ഇവിടെ വന്നത്. കാസർഗോഡിന് വേണ്ടി മാത്രമുള്ള ഒരു പാക്കേജാണ് KDP. ആ റിപ്പോർട്ട് എന്താ പറഞ്ഞത്? കാസർഗോഡിന്റെ സമഗ്രമായ വികസനം പുരോഗതി വേണമെങ്കിൽ 11,168.66 കോടി രൂപ ചെലവാക്കണം. പഞ്ചായത്ത് ടൗൺ ഹാളിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ സന്ദീപ് വാര്യർ MLA അധ്യക്ഷത വഹിച്ചു. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം M. മുഹമ്മദ് റാഫി, നീലേശ്വരം നഗരസഭ അധ്യക്ഷൻ PP മുഹമ്മദ് റാഫി, തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ള, ഈസ്റ്റ് എളേരി പഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി മാണി, വലിയ പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് MT ബുഷ്ര, ചെറുവത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് T. നാരായണൻ, പടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് PC സുബൈദ, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ M. മനു, KPCC വക്താവ് P. നസറുള്ള, DCC വൈസ് പ്രസിഡന്റ് KK രാജേന്ദ്രൻ, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിമാരായ AGC ബഷീർ, TCA റഹ്മാൻ, CMP കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ VK രവീന്ദ്രൻ, CPI ലോക്കൽ സെക്രട്ടറി MP ബിജീഷ്, RSP നേതാവ് TR രാഘവൻ, NCP ജില്ലാ പ്രസിഡന്റ് കരീം ചന്ദേര, INL മണ്ഡലം പ്രസിഡന്റ് AG ബഷീർ, വെൽഫെയർ പാർട്ടി നേതാവ് KVP കുഞ്ഞഹമ്മദ്, കേരള കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി T. സന്തോഷ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് CH അബ്ദുൾ റഹീം, തൃക്കരിപ്പൂർ പ്രസ് ഫോറം പ്രസിഡന്റ് P. മഷൂദ്, UDF മണ്ഡലം ചെയർമാൻ P. കുഞ്ഞിക്കണ്ണൻ എന്നിവ സംസാരിച്ചു. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡിലെ പഞ്ചായത്ത് കോംപ്ലക്സിലാണ് MLA ഓഫീസ് പ്രവർത്തിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. 56 വർഷം മുമ്പ് മനുഷ്യൻ ചന്ദ്രനിലിറങ്ങിയതിന്റെ ഓർമ്മ പുതുക്കി മൈത്താണി ഗവൺമെന്റ് LP സ്കൂളിൽ ചന്ദ്രോത്സവം സംഘടിപ്പിച്ചു. അമ്പിളിമാമന്റെ പാട്ടുകൾ പാടിയും കുട്ടികൾക്കൊപ്പം കഥ പറഞ്ഞും ചലച്ചിത്ര താരം PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ചാന്ദ്രദിനാചരണം ഉദ്ഘാടനം ചെയ്തു. ചന്ദ്രോത്സവത്തോടനുബന്ധിച്ച് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലും സ്കൂളിൽ സംഘടിപ്പിച്ചു. മനുഷ്യൻ ചന്ദ്രനിൽ പോകുന്നതിന് അരനൂറ്റാണ്ടിനു മുമ്പ് നിർമ്മിച്ച എ ട്രിപ്പ് ടു മൂൺ ആയിരുന്നു പ്രധാന ചിത്രം. സ്കൂൾ പ്രധാനാധ്യാപകൻ പ്രകാശൻ കരിവെള്ളൂർ രചനയും സംവിധാനവും നിർവഹിച്ച തുള്ളിയായിരുന്നു മറ്റൊരു ചിത്രം. വാട്സ് ദാറ്റ് മീൽസ് റെഡി എന്നീ ചിത്രങ്ങളും കുട്ടികൾക്കായി പ്രദർശിപ്പിച്ചു. ചാന്ദ്രദിനാചരണത്തിന്റെയും ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിന്റെയും ഉദ്ഘാടനം ചലച്ചിത്ര താരം PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ നിർവഹിച്ചു. ചടങ്ങിൽ PTA പ്രസിഡന്റ് വരുൺ ഗോപി അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രധാനാധ്യാപകൻ പ്രകാശൻ കരിവെള്ളൂർ, മദർ PTA പ്രസിഡന്റ് ശോഭി മഹേഷ്, V. സരിത, MP സബിത എന്നിവർ സംസാരിച്ചു. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തിയ FIFA ലോകകപ്പ് ഫുട്ബോൾ പ്രവചന മത്സരത്തിലെ വിജയികൾക്ക് സമ്മാന വിതരണവും നടന്നു. കൃത്യമായി പ്രവചിച്ച 3ാം തരത്തിലെ പാർവതി ബൈജു, 2ാം ക്ലാസ്സിലെ മിതാലി കൃഷ്ണ എന്നിവർക്ക് PTA പ്രസിഡന്റ് വരുൺ ഗോപി സമ്മാനദാനം നിർവഹിച്ചു. എന്നൊരു ചങ്ങാതി അപ്പോളോവിൽ കയറിയിട്ട് നിന്നെ കാണാൻ വന്നപ്പോൾ കള്ളച്ചിരി ഇത് കണ്ടില്ല, മാനില്ല മുയലില്ല നിന്മടിയിൽ മിണ്ടി പറയാനാരുമില്ല. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. യുക്രൈനിൽ റഷ്യൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശി അഖിൽ ജോയിന്റെ വീട് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സന്ദർശിച്ചു. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ളതുൾപ്പെടെയുള്ള മുഴുവൻ സംസ്കാര ചെലവുകളും സർക്കാർ തന്നെ വഹിക്കുമെന്ന് കളക്ടർ വ്യക്തമാക്കി. ഇന്നത്തെ ദിവസം MEN ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. അഖിൽ ജോയിന്റെ മരണം കൺഫേം ചെയ്തുകൊണ്ടുള്ള മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന് എത്രയും വേഗം വീട്ടിലോട്ട് എത്തിക്കാന്നുള്ളതാണ്, ബോഡി എത്തിക്കാന്നുള്ള നടപടിയാണ് സ്വീകരിക്കേണ്ടത്. ഇപ്പൊ സംസ്ഥാന സർക്കാർ നോർക്കയും എംബസിയായിട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് നടപടികൾ നടന്നു വരുന്നുണ്ട്. എത്രയും വേഗം ബോഡി എത്തിക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരുന്നുണ്ട്.
എത്ര വേഗം ഇപ്പോൾ വാറുമായിട്ട് ബന്ധപ്പെട്ട് മരിച്ചാൽ കുറച്ച് പ്രൊസീജിയേഴ്സ് അവിടെ ചെയ്യാറുണ്ട്. സാധാരണഗതിയിൽ 2 ആഴ്ചയാണ് എടുക്കാറുള്ളതെന്നാണ് MEA എന്നുള്ളത് അറിയിച്ചിട്ടുള്ളത്. പക്ഷെ അതിനേക്കാളും മുന്നേ തന്നെ എത്രയും വേഗം എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ബോഡി ഇവിടെ എത്തിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും സർക്കാർ തന്നെ ചെയ്യും. ഇപ്പം കറക്റ്റ് ഡീറ്റെയിൽസ് അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഫുള്ളായിട്ട് വീട് വരെ ഫ്ലൈറ്റ് വഴി ബോഡി എത്തിച്ചിട്ട് ആംബുലൻസിൽ തന്നെ വീട്ടിലോട്ട് എത്തിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഗവൺമെന്റ് തന്നെ ചെയ്യും. എക്സ്പെൻസ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും സർക്കാർ തന്നെ അതിൽ ചെയ്യും. നോർക്ക ഡിപ്പാർട്ട്മെന്റും എംബസിയുമായിട്ടും എല്ലാവരുമായിട്ടും കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. എത്രയും വേഗം ഇതിന്റെ കൂടുതൽ ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളും ജില്ലാ ഭരണകൂടം അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. കിട്ടുന്ന ഇൻഫർമേഷൻസ് എത്രയും വേഗം തന്നെ ഫാമിലിക്ക് കൊടുക്കാനുള്ള നടപടികൾ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. വിദേശകാര്യ മന്ത്രാലയവും നോർക്കയുമായി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് അഖിലിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ഇടപെടലുകൾ നടത്തുമെന്നും മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ളതുൾപ്പെടെയുള്ള മുഴുവൻ സംസ്കാര ചെലവുകളും സർക്കാർ തന്നെ വഹിക്കുമെന്നും വിമാനമാർഗം മൃതദേഹം നാട്ടിലെത്തിക്കുമെന്നും കളക്ടർ പറഞ്ഞു. യുദ്ധത്തിനിടയിലുള്ള മരണമായതുകൊണ്ട് ചില സാങ്കേതിക താമസങ്ങളുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന മുഴുവൻ വിവരങ്ങളും കുടുംബവുമായി കൈമാറുമെന്നും കളക്ടർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, വെള്ളരിക്കുണ്ട്. 40 വർഷം മുമ്പ് പടിയിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികൾ വീണ്ടും ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒത്തുചേർന്നു. 1986-87 ബാച്ചിൽ SSLC വിദ്യാർത്ഥികൾ വീണ്ടും ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഒത്തുചേർന്നത്. 40 വർഷം മുൻപ് പടിയിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികൾ വീണ്ടും ദുർഗയുടെ അങ്കണത്തിൽ ഒത്തുചേർന്നു. 1986-87 ബാച്ചിൽ 10ാം തരത്തിലെ വിദ്യാർത്ഥികളാണ് വീണ്ടും ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒത്തുചേർന്നത്. വിവിധ മേഖലകളിൽ വിദേശത്തും നാട്ടിലും ജോലി ചെയ്യുന്നവർ ഒരുമിച്ച് ഒത്തുകൂടിയത് വേറിട്ട കാഴ്ചയായി മാറി. ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ ഓർമ്മകളുടെ ദുർഗ പരിപാടി സംഗീതരത്നം ഡോക്ടർ രാമചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഒരു കുടുംബമാണ്, ഓരോ കുടുംബമാണ്. അത് ലോകമായിട്ടുള്ള കുടുംബമുണ്ട്, ഹംസസ്നിയായിട്ടുള്ള കുടുംബമുണ്ട്, കല്യാണിയായിട്ടുള്ള കുടുംബമുണ്ട്, ഭൈരവിയായിട്ടുള്ള കുടുംബമുണ്ട്. എത്രയോ കുടുംബങ്ങളാണ്. അതാണ് ഓരോ കാര്യം. നമുക്ക് പോസിറ്റീവ് എനർജി സ്വാഗതം തന്നെ ഞാൻ അദ്ദേഹം കമ്പോസ് ചെയ്ത കമലാസനാണ് എടുത്തത്. അതാണ് ഞാൻ ചേർത്തത്. KM സജിത അധ്യക്ഷത വഹിച്ചു. സ്കൂൾ HM P സുമ വിശിഷ്ടാതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു. പൂർവ്വ വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് നൽകിയ സൗണ്ട് സിസ്റ്റം HM ഏറ്റുവാങ്ങി. തുടർന്ന് അധ്യാപകരെ ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചു. KN ബിന്ദു അകാലത്തിൽ പൊലിഞ്ഞ സഹപാഠികൾക്ക് അനുശോചനം രേഖപ്പെടുത്തി. KN അതിരഥൻ സ്വാഗതവും CP കുഞ്ഞബ്ദുള്ള നന്ദിയും പറഞ്ഞു. തുടർന്ന് നടന്ന കലാപരിപാടികൾ ശ്രദ്ധേയമായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ആർട്ട് ഫോറം കാഞ്ഞങ്ങാടിന്റെ നേതൃത്വത്തിൽ പ്രശസ്ത ഗായിക S ജാനകി അനുസ്മരണം സംഘടിപ്പിച്ചു. ഗാനാഞ്ജലിയും നടത്തി. കാഞ്ഞങ്ങാട് ആർട്ട് ഫോറത്തിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം അന്തരിച്ച പിന്നണി ഗായിക S ജാനകി അനുസ്മരണവും ജാനകിയമ്മ പാടിയ ഗാനങ്ങൾ കോർത്തിണക്കി ഗാനാഞ്ജലിയും നടത്തി. തേനും വയമ്പും എന്ന പേരിൽ നടത്തിയ അനുസ്മരണ പരിപാടിയിൽ ഗാനാലാപനം മേഖലയിൽ നിരവധി വർഷമായി പ്രവർത്തിക്കുന്നവരും യുവഗായകരും പങ്കെടുത്തു. അലാമിപ്പള്ളി ഫ്രണ്ട്സ് ക്ലബിൽ നടത്തിയ അനുസ്മരണം ലേറ്റസ്റ്റ് പത്രാധിപർ അരവിന്ദൻ മാണിക്കോത്ത് ഉദ്ഘാടനം ചെയ്തു. മുൻ വൈസ് ചാൻസലർ
ഖാദർ മാങ്ങാട് മുഖ്യാതിഥിയായി. അഡ്വക്കേറ്റ് PV ഹരീഷ് ജാനകിയമ്മ അനുസ്മരണം നടത്തി. ആർട്ട് ഫോറം പ്രസിഡന്റ് V സുരേഷ് മോഹൻ അധ്യക്ഷത വഹിച്ചു. രജിത, ബിന്ദു, ദിവ്യ, സ്വാതി, രജിന, സുമിത, കൃഷ്ണകുമാരി, സീമ, ലതാകൃഷ്ണൻ തുടങ്ങിയവർ ജാനകിയമ്മയുടെ അനശ്വര ഗാനങ്ങൾ പുനർസൃഷ്ടിച്ചപ്പോൾ അശോകൻ കുമാർ, സുധാകരൻ, വിശ്വംഭരൻ വെള്ളിക്കോത്ത്, പത്മനാഭ ഭട്ട്, അജിത്, ബിജു മാത്യു, പത്മനാഭൻ, ദിനേശൻ തുടങ്ങിയ നിരവധി ഗായകർ കൂടെ പാടി പിന്തുണച്ചു. ആർട്ട് ഫോറം സെക്രട്ടറി ചന്ദ്രൻ ആലാമിപ്പള്ളി സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കിഴക്കുംകര ശാന്തി കലാമന്ദിരം വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ ഉന്നത വിജയികൾക്ക് അനുമോദനവും KPV സ്മാരക ക്യാഷ് അവാർഡ് ദാനവും നടന്നു. MLA അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കിഴക്കുംകര ശാന്തി കലാമന്ദിരം വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ ഉന്നത വിജയികൾക്ക് അനുമോദനവും KPV സ്മാരക ക്യാഷ് അവാർഡ് ദാനവും നടത്തി. MLA അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മെയ് മാസത്തിൽ SSLC +2 പരീക്ഷാഫലം വന്നതിനെ തുടർന്ന് ഇതുപോലെ കലാകായിക പ്രസ്ഥാനങ്ങളും ഗ്രന്ഥശാലകളും അതുപോലെ തന്നെ സ്കൂളുകൾ, പുരോഗമന പ്രസ്ഥാനങ്ങളെല്ലാം ഈ നിലയിൽ വിദ്യാർത്ഥികളെ, ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ വിളിച്ചുകൊണ്ട് അവർ നേടിയ വിജയത്തിൽ ആ നാട് അവരോടൊപ്പം ഉണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇതുപോലെ അനുമോദന സദസ്സുകളും വിജയോത്സവങ്ങളും നടത്തി വരികയാണ്. ഒരുപാട് പരിപാടികൾ നാട്ടിലാകെ നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇവിടെ അനുമോദനം ഏറ്റുവാങ്ങാൻ വന്ന പല കുട്ടികൾക്കും ഇന്നലെ ജില്ലാ കളക്ടർ പഞ്ചായത്തിന്റെ അനുമോദനം നടത്തിയിരുന്നു. മിനിഞ്ഞാന്ന് വെള്ളിക്കോത്ത് സ്കൂള് ഒരു അനുമോദന ചടങ്ങ്. അപ്പോൾ അതിൽ വെള്ളിക്കോത്ത് സ്കൂളിൽ പഠിച്ച കുട്ടികളാണെങ്കിൽ തീർച്ചയായും ഈ 3 അനുമോദനങ്ങളിലും അവർ ഏറ്റുവാങ്ങാൻ വന്ന ആളുകളാണ്. ഞാൻ അത് പറഞ്ഞത് ഇവിടെ നൽകുന്ന ഈ ഉപഹാരം അതിൻ്റെ വില നോക്കിയല്ല ഈ അനുമോദനത്തിന്റെ കാര്യത്തെ നമ്മൾ വിലയിരുത്തേണ്ടത്. ഒരു നാട്ടിൽ നിന്ന് SSLC പോലെ +2 പോലെ അല്ലെങ്കിൽ താഴെ LSS ആയാലും USS ആയാലും അതുപോലുള്ള പരീക്ഷകളിൽ മിടുക്കരായി ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ഒരു നാട് ചേർത്ത് പിടിച്ചുകൊണ്ട് അനുമോദിക്കുകയാണ്. വായനശാല ആൻഡ് ഗ്രന്ഥാലയം പ്രസിഡന്റ് MV രാഘവൻ അധ്യക്ഷത വഹിച്ചു. ലൈബ്രറി കൗൺസിൽ പഞ്ചായത്ത് നേതൃസമിതി കൺവീനർ MK രവീന്ദ്രൻ മാസ്റ്റർ, വായനശാല ആൻഡ് ഗ്രന്ഥാലയം സെക്രട്ടറി K വിശ്വനാഥൻ, DYFI കിഴക്കുംകര മേഖലാ സെക്രട്ടറി ശ്യാം പ്രസാദ്, ശാന്തി കലാമന്ദിരം പ്രസിഡന്റ് MK വിജയകുമാർ എന്നിവർ സംസാരിച്ചു. ശാന്തി കലാമന്ദിരം സെക്രട്ടറി V നാരായണൻ സ്വാഗതവും B സരസ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൗൺസിലിനു വേണ്ടി 1 കോടി രൂപ ചെലവിൽ പണിത ആസ്ഥാന മന്ദിരം മേലാങ്കോട്ട് തുറന്നു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി M. ജോൺ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൗൺസിലിനു വേണ്ടി 1 കോടി രൂപ ചെലവിൽ പണിത ആസ്ഥാന മന്ദിരം മേലാങ്കോട്ട് തുറന്നു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി M. ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ ഈ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാസർഗോഡ് ഇങ്ങനെ ഇതിനോട് ഗംഭീരമായ ഒരു മന്ദിരം വരുന്നതോടുകൂടി സ്വന്തമായി ചടങ്ങിൽ വെച്ച് ഹോസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ ഓഫീസ് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി VK മധു ഉദ്ഘാടനം ചെയ്തു. ഉത്തര കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ആദ്യ പതികരിലൊരാളായ KK നായരുടെ സ്മരണയ്ക്കായി സജ്ജമാക്കിയ വിദ്വാൻ KK നായർ ഹോസ്ദുർഗ് താലൂക്ക് ലൈബ്രറിയുടെ ഉദ്ഘാടനം സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ ധർമ്മരാജ് അടാട്ട് നിർവഹിച്ചു. MLA അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K സുജാത, ഗ്രന്ഥലോകം ചീഫ് എഡിറ്റർ PVK പനയാൽ, സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ മുൻ സെക്രട്ടറി അഡ്വക്കേറ്റ് P അപ്പുകുട്ടൻ, ജില്ലാ ലൈബ്രറി കൗൺസിൽ മുൻ പ്രസിഡന്റ് KV കുഞ്ഞിരാമൻ, ഹോസ്ദുർഗ് താലൂക്ക് സെക്രട്ടറി P വേണുഗോപാലൻ, താലൂക്ക് പ്രസിഡന്റ് സുനിൽ പട്ടേന,
കെ നായരുടെ സഹധർമ്മിണി UP വിമല എന്നിവർ സംസാരിച്ചു. ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ഡോക്ടർ P പ്രഭാകരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംഘാടക സമിതി ചെയർമാൻ VV രമേശൻ സ്വാഗതവും ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് P ദിലീപ് കുമാർ നന്ദിയും പറഞ്ഞു. വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെയാണ് മന്ത്രിയെയും വിശിഷ്ടാതിഥികളെയും സ്വീകരിച്ചാനയിച്ചത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. യുക്രൈനിൽ റഷ്യൻ ആക്രമണത്തിനിടെ കൊല്ലപ്പെട്ട കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശി അഖിൽ ജോയിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. 4 ഇന്ത്യക്കാർ ഉൾപ്പെടെ 10 പേരാണ് മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ദേശീയപാതയിൽ 24 മണിക്കൂറിനിടെ ഒരേ സ്ഥലത്ത് നടന്ന വാഹനാപകടങ്ങളിൽ 2 പേർക്ക് ദാരുണാന്ത്യം. അപകടത്തെ തുടർന്ന് ബട്ടത്തൂർ ദേശീയപാതയിൽ നിന്നുള്ള എക്സിറ്റ് പോയിന്റ് അടച്ചു. കണ്ണൂർ വിമാനത്താവളത്തിലെ കസ്റ്റംസ് അധികൃതർക്കെതിരെ ഗുരുതര പരാതിയുമായി കാസർഗോഡ് സ്വദേശി രംഗത്ത്. പരിശോധനയുടെ പേരിൽ മാനസിക പീഡനവും അപമാനവും നേരിട്ടതായി ചേനോട് കൊളമ്പക്കാൽ സ്വദേശി ഹുസൈനാർ മഹ്ഷാദ് എലിഞ്ഞ. ഉപ്പള ദേരമ്പളം പാലം പുനർനിർമ്മിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. താൽക്കാലിക കവുങ്ങുപാലത്തിൽ നിന്ന് പുഴയിലേക്ക് വീണ് കോളേജ് വിദ്യാർത്ഥിനിക്ക് പരിക്കേറ്റു. കേരളത്തിന്റെ ഏറ്റവും വലിയ വിഭവം വിദ്യാർത്ഥികളാണെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. ഉദുമ നിയോജക മണ്ഡലത്തിലെ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. KMCC ബഹ്റൈൻ ഉദുമ മണ്ഡലം കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽ ദാനം നടന്നു. ഉദുമ MLA K നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ സർവകലാശാല യൂണിയന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഡി ഫോക്ക് കാർണിവലിന് ആവേശത്തുടക്കം. കലക്ടർ മാഹിൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.